നമസ്കാരം, ഷെക്കേന ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകമായി ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം സൈബർ ഇടത്തിൽ മലയാളി എന്തു ചെയ്യുന്നു എന്നതാണ്. വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനമാണ് ഇക്കാലഘട്ടത്തിൽ സൈബർ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആശങ്ക. ഈ ആശങ്ക ഒരു വസ്തുത ഉള്ള കാര്യമാണോ അതോ ഒരു കഴിഞ്ഞ ജനറേഷൻ്റെ ആശങ്ക മാത്രമാണോ എന്ന വിഷയമാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതിഥികൾ നമുക്കൊപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിഥികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ നമ്മുടെ പ്രധാന അതിഥി പങ്കുചേരുകയും ചെയ്യും. മുൻ പോലീസ് മേധാവി ആയ സിബി മാത്യു സാറാണ് ടെലിഫോൺ ലൈനിൽ അതിഥിയായി പങ്കെടുക്കുക. ഒപ്പം തന്നെ അമല മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനു മേരി മാണി, കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ മേരി റജീന, ഒപ്പം തന്നെ കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സോജൻ ജോബ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാ അതിഥികളെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ സൈബർ ഇടത്ത് മലയാളി എന്തു ചെയ്യുന്നു എന്നതാണ് ഷെക്കേന ഇന്നത്തെ പ്രധാന വിഷയമായി എടുക്കുന്നത്. സൈബർ ഇടത്തെ ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ കേരളത്തിലെ മലയാളികൾ ഇടപെടുന്ന സൈബർ ഇടത്തിൽ എന്ന് തോന്നുന്നുണ്ടോ ഡോക്ടർ മേരി റജീന? അതിലൊരു ചെറിയ ആശങ്ക ഉണ്ട്. പൊതുവെ ഒരു പേരൻസിൻ്റെ ഏജിലുള്ളവർക്കും ഇത് മുഴുവനായി മനസ്സിലാക്കാൻ സാധ്യതകൾ മുഴുവനായി മനസ്സിലാക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എത്രയോ ലോകത്തെ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ സാങ്കേതിക കുതിപ്പാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ടെലഗ്രാമിലുള്ള ടെക്സ്റ്റ് മെസ്സേജസിൽ തുടങ്ങി, അത് 1800കളുടെ അവസാനമൊക്കെ ആണെന്ന് തോന്നുന്നു US അത് തുടങ്ങിയത്. ടെലിഗ്രാഫ് എന്നുള്ള സാധനത്തിൽ നിന്ന് കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകൾ 1980കളിലൊക്കെ വർദ്ധിച്ചു. പിന്നീട് അത് ഇൻ്റർനെറ്റിലേക്ക് കടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വന്നു. മൊബൈലിൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളില്ലാതിരുന്ന ഒരു കാലം അധികമുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഞാൻ പറയുന്ന വലിയൊരു സാങ്കേതിക കുതിപ്പ് നടന്ന് നമ്മൾ നല്ല ഒരു ഇടത്തിലാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര പെട്ടെന്നാണ് നമുക്ക് വിവരങ്ങളും വിശേഷങ്ങളും പരസ്പരം കൈമാറാൻ സാധിക്കുന്നത്. അത് ബൗണ്ടറികളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ ലോകത്തെവിടെയും ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായും ബന്ധുമിത്രാദികളായും നമുക്ക് സംവദിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അനുകൂലമായ ഘടകം എന്ന് പറയുന്നത്. ഡോക്ടർ മേരി റജീന, ഞാൻ ഒന്ന് ഇടപെട്ടാൽ, അപ്പോൾ ഉള്ളത് ഒരു ഒളിഞ്ഞു നോട്ടത്തിൻ്റെ, ഒരു എത്തിനോട്ടത്തിൻ്റെ, ആളുകൾ എന്തു ചെയ്യുന്നു എന്നറിയാനുള്ള ഒരു വല്ലാത്ത ത്വരയുടെ ഭാഗമാണോ ഇത്തരം ഒരു ആശങ്കയായി ഒരു പഴയ ജനറേഷൻ ഇപ്പോഴത്തെ പുതിയ ജനറേഷനോട് കാണിക്കുന്ന? അല്ല, അതും ശരിയാണ്. ഇപ്പം എൻ്റെ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു, ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ പങ്കുവയ്ക്കുന്നു. അപ്പം മറ്റൊരാൾക്ക് അത് എന്നെ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ച് ഇല്ലെങ്കിൽ എൻ്റെ ശീലങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനും, എൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ഞാൻ സന്തോഷത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നതാകാം, അത് കണ്ടുപിടിച്ച് അതെനിക്കെതിരെ ഉപയോഗിക്കാനും, അത് ഇതിൻ്റെ ഒരു വല്ലാത്ത ദൂഷ്യവശമാണ്. പിന്നെ ഇതൊരു വെർച്വൽ ലോകമാണ്, പരസ്പരം കാണാത്ത ഒരു സമൂഹം. അതാണ് പണ്ട് സമൂഹം എന്നുള്ളതിൻ്റെ, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ തന്നെ മാറുകയാണ് ഈ ഒരു സൈബർ ഇടത്തിൽ. എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് നമ്മുടെ ഗ്രാമം, നമ്മളുടെ അയൽവാസികൾ, ഇല്ലെങ്കിൽ ചർച്ചിലാണെങ്കിൽ നമ്മുടെ കുടുംബ കൂട്ടായ്മ എന്നുള്ള ഇടങ്ങളൊക്കെ മാറി എവിടെയോ ഇരിക്കുന്ന, നമുക്ക് നേരെ അറിയാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതാണ് വിശേഷം. അവിടെ ഒരു ചെക്കിംഗ് ഇല്ല. അപ്പം ആരോ ആയിട്ട് നമ്മൾ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും സംസാരിക്കാൻ അവസരം കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് മറ്റൊരാപത്താണ്. ഈ ഒളിഞ്ഞുനോട്ടം പോലെ തന്നെ പുറത്തോട്ട് നോക്കുന്നത് ആരെയാണ് നോക്കുന്നത്? എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള സാധ്യത ഉള്ളതുപോലെ തന്നെ പുറത്തേക്കുള്ള കൂട്ടുകെട്ടുകൾ ആരുമായിട്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പേരൻസും ഒക്കെ കുറേയൊക്കെ ആശങ്കപ്പെടുന്നത്. ഈ മക്കൾ ആരോടാണ്, ഈ യുവജനങ്ങൾ ആരോടാണ് സംവദിക്കുന്നതെന്ന് അറിയാതെ അവർ സംസാരിക്കുകയാണ്, കളിക്കുകയാണ്, ചാറ്റ് ചെയ്യുകയാണ് എന്നാണ് പുതിയ ഭാഷ. അങ്ങനെ ചെയ്യുമ്പോൾ പലരുടെയും ഐഡിയകൾ അവരിലേക്ക് കുത്തിവെക്കപ്പെടുകയാണ്. പഴയ രീതിയൊക്കെ മാറി, വായനയില്ല, പത്രം വായനയില്ല, TV കാണാൻ പോലും അവർക്കില്ലല്ലോ. പക്ഷേ ഡോക്ടർ മേരി റജീന, പണ്ടും ഇതേ തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കോളേജിൽ പോയി അവർ ഇടപെടുന്ന മേഖലകളെക്കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അറിയാവുന്നതിൻ്റെ അറിവിനൊരു പരിധി ഉണ്ടായിരുന്നു. അല്ല,
അവിടെ ഒരു പരിധിയുണ്ട്. നമ്മുടെ കോളേജ് അല്ലെങ്കിൽ ചെല്ലാവുന്ന ഒരിടം, മക്കൾ പോകുന്ന ആ ബസ്സിൽ കയറി പോകുന്ന ഇടം അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഇടത്തേക്ക് ചെല്ലാനുള്ള ഒരു അതേപോലെ സഞ്ചരിക്കാനുള്ള ഒരു കഴിവ് മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നില്ലേ, അവരെ രക്ഷകർത്താക്കൾ ആരോ ആയിക്കൊള്ളട്ടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇവർ സഞ്ചരിക്കുന്ന ലോകത്തിന് പരിധികളില്ല. ഈ ഗ്ലോബലാണ്, ഭൂഗോളം മുഴുവനുള്ള ഇവിടെ ഇരുന്ന റഷ്യയിലുള്ള ഒരു എന്താ പറയുക തീവ്രവാദിയായിട്ടാണോ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ അനു മേരി മാണി, ഇത്തരം ആശങ്കകളാണോ ഇപ്പോൾ പൊതുവിൽ ഉയർന്നു വരുന്നത്? താങ്കൾ ഇരിക്കുന്ന ഇടത്തിലേക്ക് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന കേസുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. മാതാപിതാക്കളുടെ ഒരു ആശങ്കകൾക്കപ്പുറത്തേക്ക് വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അടുത്ത് വന്നിരിക്കുന്ന വാർത്തകൾ വായിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾക്ക് അതായത് വായിക്കാൻ കഴിയുന്ന ചില പഠനങ്ങളുടെ റിപ്പോർട്ടും ഇവിടെ പ്രസക്തമാണ്. അതായത് പലപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന ഒരു സംശയം, മാനസിക ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള ഒരു സംശയം പോലെ. അതായത് മാനസികമായ വൈകല്യങ്ങൾ ഉള്ളവരാണോ കൂടുതൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ പങ്കെടുക്കുന്നത്, അതോ ഇതുപോലെയുള്ള സാമൂഹികമായ മാധ്യമങ്ങളിൽ പങ്കെടുക്കുന്നവരിൽ കൂടുതലായി മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ കാണുന്നുണ്ടോ? ഇതാണോ കൂടുതൽ ഇതുപോലെയുള്ള ക്രൈമുകളിലേക്കും മറ്റും നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പല പഠനങ്ങളുടെയും വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ, പഠനങ്ങൾ വളരെ കുറവാണ്, പക്ഷെ എന്നാലും ഇപ്പോഴുള്ള പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ കുറച്ച് നാൾ തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിന് ശേഷം പലതരത്തിലുള്ള മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ, ഉദാഹരണത്തിന് ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലെ തന്നെ കമ്പൾസീവ് ആയിട്ടുള്ള ചെക്കിങ്. അതായത് ഉദാഹരണത്തിന് നമ്മളുടെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ, അതായത് ഫേസ്ബുക്കിലൊരു പുതിയ ഫ്രണ്ട്സ് റിക്വസ്റ്റ് വന്നു, അല്ലെങ്കിൽ പുതിയൊരാൾ നമ്മുടെ വാളിൽ പോസ്റ്റ് ചെയ്തു, അതുപോലെയുള്ള നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ അതെന്താണെന്ന് നോക്കാൻ, അതായത് കമ്പൾസീവായിട്ട് വേണ്ടാന്ന് വെച്ചാൽ പോലും അത് കഴിയാത്ത, വീണ്ടും ചെക്ക് ചെയ്യണം എന്ന് വരെ തോന്നുന്ന തരത്തിലുള്ള രീതിയിലേക്ക് മാറുന്നു. അത് പലപ്പോഴും നമ്മൾ അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ യങ് ഏജ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ അവർ ഒരുപാട് സമയം ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ചിലവഴിക്കുകയും അവരുടെ പഠനം, ജോലി, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ, അല്ലെങ്കിൽ സാമൂഹികമായ ഇടപെടലുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. ഡോക്ടർ മേരി റെജിന, കുട്ടികൾ ഒരു വലിയ മാതൃകയായിട്ട് ഇത്തരം ഗ്രൂപ്പുകളെ കണക്കാക്കുന്നു. അവരുടെ പ്രായത്തിലുള്ള ആളുകൾ സംസാരിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അവിടുന്ന് രൂപപ്പെടുന്ന ഒരു ആശയത്തിൻ്റെ പിന്നാലെ പോകുന്നു. കുട്ടികൾ ഇപ്പോൾ ടൂറിന് വലിയ ആവേശത്തോടു കൂടി പോകുന്നു, പല പല ഗ്രൂപ്പുകളായി പോകുന്നു. കുട്ടികൾ മാത്രമല്ല അത്തരം രീതിയിൽ പോകുന്നത്, ഒരുപക്ഷെ പ്രായമായ ഒരു പ്രത്യേക പ്രായത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നു. അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ പോകുന്നു. അത്തരം കാര്യങ്ങൾ അവർ ബൈക്കിൽ പോകുന്നു അല്ലെങ്കിൽ കാറിൽ പോകുന്നു. അത്തരം യാത്രകളെ കുറിച്ച് അവർ വലിയ വിവരണങ്ങൾ ഇത്തരം സൈബർ ഇടങ്ങളിൽ നടത്തുന്നു. ഇതൊക്കെ ഒരു വലിയ അത്തരം ആളുകളെ ഒന്ന് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ ആ രീതി ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ കുറവ് സംഭവിച്ചു എന്ന ഒരു കാര്യത്തിലേക്ക് ഇന്നത്തെ തലമുറ പോകുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സ്, അതാണല്ലോ ഏറ്റവും വലിയ. ഈ എഴുത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോസാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സാഹസികമായ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പോസിറ്റീവായിട്ടുള്ളതിനെ വളരെ മേളിലോട്ട് കാണിച്ച് ഒരു 100 ഡിഗ്രി അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത് ഫോട്ടോഗ്രാഫ്സ് ഇടുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ, ഇപ്പം വ്യക്തികളെക്കുറിച്ചുള്ള തന്നെ ഒരു സീക്വൻസ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് കാണുന്നു എന്നെക്കുറിച്ച്, അപ്പോൾ അവർ വിചാരിക്കും ഞാൻ അതാണ് എന്ന് വിശ്വസിച്ച് പോവുകയാണ്. ആ ഫോട്ടോ കാണുമ്പോൾ ഇല്ലെങ്കിൽ ഈ വിവരണങ്ങൾ കാണുമ്പോൾ, അതിശയോക്തി നിറഞ്ഞ വിവരണങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർ, കുട്ടികളല്ല എല്ലാവരും തന്നെ താങ്കൾ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കുക, ഇതാണ് അത് എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ മറ്റു കാര്യങ്ങൾ, ആ വ്യക്തിയെക്കുറിച്ചോ ആ സ്ഥലത്തെക്കുറിച്ചോ ആ യാത്രയെക്കുറിച്ചോ സംഭവിച്ചിട്ടുള്ള ക്ലേശങ്ങളും അല്ലെങ്കിൽ മറ്റ് സ്വഭാവങ്ങളും ആ വ്യക്തിയുടെ നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ എൻ്റെ മകൻ്റെ ഫേസ്ബുക്കോ ഏതോ ഒരു സാധനത്തിൽ നോക്കുമ്പോൾ, അത് പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ എല്ലാം ഈ ഫേസ്ബുക്ക് ആ പിക്ചർ, പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, സ്വന്തം ഫോട്ടോ ആയിരിക്കില്ല, അവൻ്റെ ബുള്ളറ്റിൻ്റെ ഫോട്ടോയാണ്. അപ്പം മറ്റൊരു കുട്ടി, അവൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി തന്നെ അവന് ബുള്ളറ്റ് വാങ്ങിക്കൊടുക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി സാധിക്കാത്ത മാതാപിതാക്കളുടെ കുഞ്ഞ്, അത് കാണുമ്പോൾ ഉണ്ടാവുന്ന
അവൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഇത്. ഇല്ലെങ്കിൽ ഇവൻ പോകുന്ന യാത്രകളുടെയാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ബുള്ളറ്റിൽ പോകുന്ന യാത്രകൾ ഇങ്ങനെയാണ് മറ്റു കുട്ടികളും ആ പ്രായത്തിലും പക്വതയിലും എത്താത്ത കുട്ടികൾക്കും ഒരു. പക്ഷേ ഡോക്ടർ മേരി റെജിന, ഈ യാത്രകൾ പോകുന്നത് ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സപ്പോ കണ്ടിട്ടാണെന്ന് പറയുമ്പോഴും ഈ യാത്രകൾക്ക് പണം കണ്ടെത്തേണ്ടതുണ്ട്, യാത്രകൾക്ക് അനുവാദം കിട്ടേണ്ടതുണ്ട്. ഇത് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട മാതാപിതാക്കൾ അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാതെ പഴി മുഴുവൻ ഒരു സോഷ്യൽ മീഡിയയുടെ പുറത്തേക്ക് വെക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ രക്ഷപ്പെടുന്ന ഒരു കാര്യമല്ലേ ഇപ്പോൾ പഴയ അത് സത്യമാണ്. അത് എന്താ പറഞ്ഞാൽ ഇതിപ്പം പണ്ട് കാലത്താണെങ്കിലും നമ്മൾ മഞ്ഞ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. ബ്ലൂ ഫിലിം എന്ന് പറഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിലും ഈ മീഡിയയിലൂടെ നമുക്ക് എന്തും അവൈലബിൾ ആണ്. ശരിയും തെറ്റും നന്മയും തിന്മയും എന്നും ഉണ്ടായിരുന്നു, അതായത് ലോകാരംഭം മുതൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇത് തിരിച്ചറിയുക, എന്താണ് എനിക്ക് വേണ്ടത് എന്ന് തിരിച്ചറിയുക എന്നുള്ളത് വ്യക്തിപരമാണ്. അത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അനുസരിച്ചിരിക്കും, കുടുംബ പശ്ചാത്തലം അനുസരിച്ചിരിക്കും. മുതിർന്നവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഏത് പ്രായക്കാരാണെങ്കിലും അവരുടെ സ്വന്തം പേഴ്സണാലിറ്റി വ്യക്തിത്വം അനുസരിച്ചിരിക്കും ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത്. എനിക്ക് ആവശ്യമുള്ള കാര്യമാണോ എന്നെങ്ങനെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ ആവശ്യം അനുസരിച്ചും പിന്നെ ഈ ഒരു പ്രലോഭനം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, യാത്രയല്ല ഇല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പോണോഗ്രാഫി ആണെങ്കിലും എന്താണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന ലിറ്ററേച്ചർ ഏതാണ്, ഞാൻ കാണേണ്ട സിനിമ ഏതാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നെ ഫോം ചെയ്തിരിക്കുന്ന ആരാണ്? എൻ്റെ മാതാപിതാക്കളാണ്, എൻ്റെ ഗുരുക്കന്മാരാണ്, എൻ്റെ വിദ്യാലയമാണ് എന്ന് പറയുന്നത് പോലെ ആ ബാക്ക്ഗ്രൗണ്ട് വളരെ പ്രധാനം തന്നെയാണ്. ശ്രീ അഡ്വക്കേറ്റ് സോജൻ, ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിന് വരുന്ന ഒരു പ്രായം, ഇതൊക്കെ ചർച്ചാ വിഷയമാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപക്ഷെ ഒരു 10 വയസ്സ് തൊട്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അത്തരം ഫോണുകൾ മാതാപിതാക്കൾ നിർബന്ധം കൊണ്ട് കൈമാറുന്ന സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഒരു 14 വയസ്സ് തൊട്ടൊക്കെയുള്ള കുട്ടികളിൽ എത്തിച്ചേരുന്ന സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇത്തരം ഇടങ്ങളിൽ ആരിവരെ നിയന്ത്രിക്കും? ഏത് രീതിയിലുള്ള ഒരു സാധനം തിരഞ്ഞെടുക്കണമെന്ന് ആര് അവരോട് നിർദ്ദേശിക്കും? എന്തെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടോ? നിയമം നമ്മുടെ സ്വാഭാവികമായിട്ട് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ന്റെ ഈ ഇതിലാണ്. പക്ഷേ ഞാൻ അതിന് മുമ്പ് നമുക്ക് പറയാവുന്ന ടീച്ചർ പറഞ്ഞതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ചാനലുകൾ വരുന്ന സമയത്ത് ഇതേ ചർച്ചകൾ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് ചാനൽ വരുന്നു, ഈ ചാനലുകളൊക്കെ എന്തൊക്കെയാണ് കുട്ടികളെ വഴിതെറ്റിക്കും എന്നുള്ളത്. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സമയത്തൊരു കമൻറ്റ് വളരെ ഫേമസ് ആയിരുന്നു, പക്ഷേ ഈ ചാനലുകൾ എത്രയുണ്ടെങ്കിലും അതിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ളതായിരുന്നു അത്. പക്ഷേ അന്ന് നമുക്ക് അങ്ങനെ പറയാം, റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ് എന്ന് പറയാമെങ്കിലും പക്ഷേ ഈ അത്ര ലളിതമല്ല നമ്മുടെ സൈബർ ഇടങ്ങളിലെ ഇടപെടലുകളിൽ. കാരണം നമ്മൾ വേണമെന്ന് നമുക്ക് എത്രയൊക്കെ നമുക്ക് സാധിക്കുമെങ്കിലും നമ്മുടെ ഇച്ഛയ്ക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഉള്ള ധാരാളം ചതിക്കുഴികൾ അല്ലെങ്കിൽ ധാരാളം ഇടങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പര്യാപ്തമായ സാധ്യതകൾ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. നമ്മളറിയാതെ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ഡാറ്റകൾ എടുത്ത് ഉപയോഗിക്കാവുന്ന സാധ്യതകൾ അതിനകത്തുണ്ട്. അഡ്വക്കേറ്റ് സോജൻ, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായ നിയമം, ആ നിയമം ഇന്നതാണ്, ആ നിയമത്തിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ നിയമം ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക്, ഒരു കെണിയിലേക്ക് പോയി ചാടുകയാണോ? നിയമം ഒരുക്കുന്ന ഒരു കെണിയിലേക്ക് ആരെങ്കിലും അവരെ കൊണ്ട് ചാടിക്കാൻ എളുപ്പമല്ലേ? അത്തരത്തിലൊരു നിയമ സാക്ഷരത, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള നിയമ സാക്ഷരത മലയാളിക്കുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് വളരെ അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് പൊതുവേ നമ്മുടെ നിയമസാക്ഷരതയുടെ നിലവാരം തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അപ്പോൾ സൈബർ ഇടങ്ങളിലെ നമ്മുടെ ഇടപെടലുകൾ വളരെ സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. കാരണം നേരത്തെ പറഞ്ഞ ഇതൊരു എവിഡൻസ് സ്വാഭാവികം, മറ്റേതിനേക്കാൾ കൂടുതലായിട്ടും അതിനകത്ത് എവിഡൻസ് ഉണ്ടായിപ്പോകുന്നു. ഒരു മാർക്കിംഗ്, അതിനകത്തൊരു മെമ്മറി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മെമ്മറി കൃത്രിമമായി മറ്റൊരാൾക്ക് വേണ്ടി, ഒരാളെ പെടുത്താൻ വേണ്ടി ഉണ്ടാക്കാനും സാധ്യമാണ്. അപ്പോൾ ഈ ഒരു സാധ്യത കൂടെ നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെ നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒരിക്കലും അതിൻ്റെ ഭാഗമാകാതിരിക്കാനായിട്ട് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാനായിട്ട്. പക്ഷെ അതേസമയം തന്നെ എന്നും വളരെ ജാഗ്രതയോടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ്. ടീച്ചർ നേരത്തെ ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി അതിനകത്ത് എല്ലാം മാറും.
നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ അജ്ഞത ഒരിക്കലും ഒരു ഒഴിവ് കഴിവല്ല. ഞാൻ മുമ്പും പറഞ്ഞതാണ്, ഇഗ്നറൻസ് ജൂറിസ് നോൺ എക്സ്ക്യൂസ് ആറ്റ്. അത് ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് അറ്റ് ഓൾ. അറിയില്ലായിരുന്നു എന്ന് നമുക്കത് ഒരു ഒഴിവ് കഴിവും തരാത്ത ഒന്നാണത്. അപ്പോൾ നിയമം അറിയുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഇനിയുണ്ട്. കാരണം നമുക്കിത് മനസ്സിലാക്കാൻ ഇത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇതിന് ഓരോന്നിനും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു കോമൺ അഡ്രസ്സിംഗ് ആണ്. സോജൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ മുൻ DGP സിബി മാത്യൂസ് അദ്ദേഹം ഉണ്ട്. സർ, ചർച്ചയിലേക്ക് പ്രത്യേകം സ്വാഗതം. നമ്മുടെ സൈബർ ഇടങ്ങളിൽ വലിയ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ ചില സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പല കേസിൻ്റെയും അന്വേഷണത്തിന് ശേഷം പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കേരള പോലീസ് നടത്തുന്നുണ്ടോ? സൈബർ ലോകം കേരള പോലീസിന് പ്രാപ്യമായ ഒരു സ്ഥലമാണോ? സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങള് കേരളത്തിൽ വളരെ കൂടുതലാണ്. കാരണം മൊബൈൽ ഫോണിന്റെ ഉപയോഗം, പ്രത്യേകിച്ച് ഏറ്റവും നല്ല സാങ്കേതികമായിട്ട് വികസിപ്പിക്കുന്ന മോഡലുകൾ, അത് ധാരാളം ഉപയോഗത്തിലുണ്ട്. അതുകൊണ്ട് സാധ്യത, കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യ, അതിന്റെ ഒരു അപര്യാപ്തതയുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്ന നിയമത്തില് 66A എന്ന് പറയുന്ന വകുപ്പാണ് നേരത്തെ പോലീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടായി. 66A ഭരണഘടനാ പ്രകാരം നിൽക്കുന്നതല്ല, അങ്ങനെ അത് നിയമത്തിന്റെ ഭാഗമല്ലാതായിപ്പോയി. ശ്രീ സിബി മാത്യൂസ്, ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെയുള്ള പല മത തീവ്രവാദപരമായ പ്രവർത്തനങ്ങളുടെ പിന്നിൽ മലയാളികൾ അടക്കമുള്ളവരുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തേക്ക് വരുന്നു. ഇവർ ഇത്തരം ഗൂഢാലോചനകളിൽ പലപ്പോഴും പങ്കാളികളാകുന്നത് സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ്. അതായത് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇരുന്നു കൊണ്ടുള്ള ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെയുള്ള ചർച്ചകളിലൂടെയൊക്കെയാണ്. ഇത്തരം കൂട്ടായ്മകളെയൊക്കെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരള പോലീസിനുണ്ടോ? മത തീവ്രവാദം അല്ലെങ്കിൽ രാജ്യത്തിന് ഹാനികരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെ നിയന്ത്രിക്കാനായിട്ട് കേരള പോലീസ് സംവിധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. വിദേശ രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ, അവിടെ 9/11 എന്ന് പറയുന്ന ആ സംഭവത്തിന് ശേഷം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റങ്ങളൊക്കെ ഉണ്ട്. സ്വകാര്യതയെ സംരക്ഷിക്കുന്ന സംസ്കാരമാണെങ്കിൽ പോലും അവരുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, FBI പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇമെയിലുകളും ഒക്കെ പരിശോധിക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ രാജ്യത്തിന്റെ എല്ലാ ജനസംഖ്യ മുഴുവനൊന്നല്ല, സംശയകരം എന്തെങ്കിലും കേട്ടിട്ടോ അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ടോ പോലീസിന് അറിവ് കിട്ടുന്നവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഫോൺ കോളുകൾ, അവർക്ക് വരുന്ന ഇമെയിലുകളെല്ലാം. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇവിടുത്തെ പോലീസിന് അങ്ങനെ ചെയ്യാനുള്ള അനുവാദമില്ല, അവർ ചെയ്യുന്നില്ല. ചെയ്യുന്നത് നിയമവിരുദ്ധവുമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം തീർച്ചയായിട്ടും നമ്മുടെ പൗരന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. ശ്രീ സിബി മാത്യൂസ്, ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. അഡ്വക്കേറ്റ് സോജനിലേക്ക് പോയാൽ ഇതാണ് പ്രശ്നം. പോലീസിന്റെ കൈകൾ കെട്ടപ്പെട്ടതാണ്. ഇന്ത്യയിലെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് പെരുമാറാൻ കഴിയുന്നത് വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. വിവരങ്ങൾ കിട്ടണമെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ നിയമങ്ങൾക്ക് ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്ന് കനിയണം. ആ ഒരു സാഹചര്യത്തിൽ കുറ്റം തെളിയിക്കപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരള പോലീസ് പോകുന്നു. അന്വേഷണത്തെ ഇത് കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു. നീതി ആർക്കും ഉറപ്പാക്കാൻ കഴിയത്തില്ലാത്ത ഒരു സാഹചര്യമാണോ സൈബർ സ്പേസ് ഇടങ്ങളിൽ സംഭവിക്കുന്നത്?
അങ്ങനെ പൂർണ്ണമായും ഞാൻ കരുതുന്നില്ല. കുറേ കൂടെ പ്രതീക്ഷയോടുകൂടി തന്നെ ഈ വിഷയത്തെ കാണുന്നു. IT ആക്ട് സെക്ഷൻ 66F നമ്മളൊരു പണിഷ്മെൻറ്റ് ഫോർ സൈബർ ടെററിസം തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി നമ്മളത് പക്ഷേ ഇത് നമുക്ക് എല്ലാ നിയമങ്ങളും ഇതുപോലെ ഉപയോഗിച്ച് ലൈഫ് ഇംപ്രിസ്മെൻറ്റ് കൊടുക്കുന്ന വകുപ്പുകളാണത്. പക്ഷേ നേരത്തെ പറഞ്ഞെങ്കിൽ ഇതിനൊക്കെ എവിഡൻസ് സാറ് പറഞ്ഞത് വിദേശ രാജ്യത്തുനിന്ന് നമുക്ക് തെളിവ് കിട്ടുന്നില്ലെങ്കിൽ, പക്ഷേ അത് ടെററിസം പോലുള്ളൊരു കാര്യമാണെങ്കിൽ അവിടെയാണ് നമുക്ക് തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ തെളിവുകൾ കൈമാറപ്പെടുന്നത്. അഡ്വക്കേറ്റ് സോജൻ, അത് ഒരു രാജ്യത്തിന്റെ താല്പര്യം വരുമ്പോൾ അതിനപ്പുറത്തേക്ക് വ്യക്തിക്കുള്ളിൽ വ്യക്തിക്ക് നേടി നടക്കുന്ന ഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഒരു പരാതി ഉയരുന്നു, അന്വേഷണ സംഘം ചെല്ലുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു സർട്ടിഫിക്കറ്റ് കോപ്പി തരണമെങ്കിൽ ഗൂഗിൾ കനിയണം, അവർ തരില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്ന നിസ്സഹായ അവസ്ഥയാണ് ഇന്ത്യൻ നിയമം. അതിൽ ഒരു പരിമിതികളുണ്ടെന്ന് ഞാൻ സമ്മതിക്കേണ്ടി വരും. കാരണം അതിൽ തീർച്ചയായിട്ടും നിസ്സഹായ അവസ്ഥ അതിനൊരു പരിമിതികളുണ്ട്. കുറേ കൂടെ ആ ഏരിയ കുറേ കൂടെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് അതിൽ കുറച്ച് പരിമിതികളുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമുക്ക് ഈ അന്വേഷണം മറ്റു രാജ്യങ്ങളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാൻ പറ്റും? കാരണം മറ്റൊരിടത്തിരുന്നു കൊണ്ട് വേറെ എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തിരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ അതിൽ എത്രമാത്രം നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അഡ്വക്കേറ്റ് സോജൻ, അതുപോലെ തന്നെ പോലീസ് എപ്പോഴും പറയുന്ന ഞങ്ങൾ നിസ്സഹായരാണ്, കാരണം സുപ്രീം കോടതി ഇടപെട്ട് ശക്തമായ IT ആക്ട് എടുത്ത് കളഞ്ഞിരിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ആയിപ്പോയോ ആ IT ആക്ടിൽ വന്ന ഭേദഗതി? IT ആക്ടിന് ഒരു ഭേദഗതിയല്ല. IT ആക്ട് സെക്ഷൻ 66A ഉണ്ടായിട്ടുള്ള ആ ഒരു കോടതിയുടെ ഒരു നിരീക്ഷണം അത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ റീസണബിൾ റെസ്ട്രിക്ഷൻസിലേക്ക് അത് പോവില്ല, 19(1)ൽ തന്നെ നിൽക്കും എന്നുള്ള ഒരു ഫൈൻഡിങ് ആയിരിക്കാം. പക്ഷേ അതിനെ നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അതിന് പര്യാപ്തമായ നിയമനിർമ്മാണം പാർലമെൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ. കാരണം വന്നിട്ടില്ല, അമെൻമെൻറ്റ് വന്നിട്ടില്ല. കാരണം അത് പര്യാപ്തമായ രീതിയിലുള്ള പക്ഷേ ഇപ്പോൾ നിലവിലെ സാധ്യത അങ്ങനെയാണ്. നമുക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് പ്രൊവിഷൻ ഈസ് ഇനോപ്പറേറ്റീവ്. നമുക്ക് ആ പ്രൊവിഷൻ അവിടെയുണ്ട്, പക്ഷേ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനനുസരിച്ച് നമുക്ക് കേസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ അത് സിവിൽ, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ സിവിൽ കേസുകൾ നമുക്ക് ഡാമേജസിന് സിവിൽ സ്യൂട്ട് ദാറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ചർച്ചയിലേക്ക് തിരികെ വരാം. ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയിലേക്ക് വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ അഡ്വക്കേറ്റ് സോജൻ, നമ്മൾ പറഞ്ഞു വന്നത് IT ആക്ടിൻ്റെ പോരായ്മയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമെന്ന് പോലീസ് പറയുന്നു. ഇല്ല, IT ആക്ട് ഇപ്പോഴും ശക്തമാണെന്ന് നിയമവും പറയുന്നു. പക്ഷേ ഇതിനിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വ്യക്തിഹത്യയിൽ ആത്മഹത്യയിലേക്ക് പോലും പോകുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ അടക്കം നീതി കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ആർക്കും എന്തും പറയാവുന്ന ഒരിടമായി സോഷ്യൽ മീഡിയ മാറുന്നു. അവഹേളിക്കുന്ന രീതികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരാൾക്കുണ്ടാകുന്ന ഒരു ചെറിയ നാക്കുപിഴ പോലും വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്നു. രാഷ്ട്രീയ നേതൃത്വങ്ങളെ അടക്കം മത നേതൃത്വങ്ങളെ അടക്കം കാണുന്നവരെ എല്ലാം ചവിട്ടിത്തേക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് മലയാളിക്ക് ധൈര്യം കൊടുക്കുന്നത് ഈ IT ആക്ടിൻ്റെ ദുർബലമായ വകുപ്പുകളല്ലേ? ഒരേ സമയം അത് IT ആക്ട് ഇവിടെ നിൽക്കുന്നു ദുർബലമാണെങ്കിൽ നമുക്ക് മറ്റ് KP ആക്ടിലോ അല്ലെങ്കിൽ ഡിഫമേഷനോ അനുസരിച്ചിട്ടോ നമുക്കത് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ അതുകൊണ്ട് പോലും നമ്മുടെ സ്വഭാവത്തിൽ ഗൗരവമായ മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. ഈ വകുപ്പുകൾ നമുക്ക് ഇപ്പോൾ IT ആക്ടിൽ എടുക്കുന്നില്ല, 498, 500 IPCയിൽ എടുക്കാം. പക്ഷേ IPCയിലെ ആ വകുപ്പുകൾ പോലും ഡിഫമേഷനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ പോലും സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഡിഫമേഷൻ ഇപ്പോൾ റീസെൻ്റ്ലി സുപ്രീം കോടതി പോലും ഡിഫമേഷൻ അത് സിവിൽ ലയബിലിറ്റി മാത്രമാക്കി കൺസെപ്റ്റ് ചേഞ്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ ഈ നിയമങ്ങളുടെ പ്രശ്നം ഇവിടെയുണ്ട്. നമുക്ക് അതിശക്തമായ നിയമങ്ങളിലൂടെയാണോ ഇത് സോഷ്യൽ മീഡിയനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യേണ്ടത്, അതോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടാവുന്ന ഒരു പക്വതയോടുകൂടിയാണോ എന്നുള്ളതാണ്. കാരണം നിയമങ്ങൾ കൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അങ്ങനെ വല്ലാണ്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരും ഇടപെടാണ്ടിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗവും സമൂഹത്തിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള എനർജിയും കൊണ്ടാകണമെങ്കിൽ അതിന് റീസണബിളായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം. പക്ഷേ അതിനെ വല്ലാണ്ട് റെഗുലേറ്റ് ചെയ്യാതിരിക്കുക തന്നെയാണ് എപ്പോഴും നല്ലത്. അതിനെ പിന്നെ വല്ലാതെ ഈ കുഞ്ഞു കാര്യങ്ങളിൽ ആരെങ്കിലും ഒരിക്കലും വല്ലപ്പോഴും ഇതൊക്കെ തെറി പറഞ്ഞെന്ന് വിചാരിച്ചാൽ അതൊക്കെ അതിൻ്റെ അതിൽ നമുക്കത് എടുക്കാവുന്നൊരു പക്വതയിലേക്ക്. സോഷ്യൽ മീഡിയയുടെ രംഗത്ത്
ആളുകളെ വ്യക്തിഹത്യ ചെയ്യുക, ആളുകളെ അവഹേളിക്കുക, എനിക്കപ്പുറത്തേക്ക് മറ്റൊരാളും വലുതല്ല എന്ന ചിന്ത മലയാളി മനസ്സിൽ കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമാണോ, അതോ ഒരാളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക മനസുഖം മലയാളി അങ്ങ് അമിതമായി ആഹ്ലാദത്തോടു കൂടി പങ്കുവെക്കുകയാണോ? ചില ആക്സിഡന്റ് ചിത്രങ്ങൾ അടക്കം പോലും പ്രചരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആർക്കെങ്കിലും പറ്റുന്ന ഒരു അമളിയോ ഒരു അക്കിടിയോ പോലും വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്നതിന് പിന്നിലെ ഒരു മനഃശാസ്ത്രം എന്താണ്? ഒന്ന്, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളോടുള്ള വല്ലാത്ത അമർഷം, അപ്പോൾ നമുക്ക് ആ സമയത്ത് സമൂഹത്തിൽ കൂടുതൽ പ്രതിപാദിച്ചു വരുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് തിരിയാനായിട്ട് പലപ്പോഴും കാരണമാക്കുന്നു. അപ്പം നമ്മളുടെ ഉള്ളിലെ പല പല പ്രശ്നങ്ങളോടുള്ള നേരിടാനുള്ള വൈമുഖ്യത പലപ്പോഴും നമ്മളുടെ ഉള്ളിലെ ഈ ദേഷ്യം മറ്റൊരു സാമൂഹിക പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ പലപ്പോഴും നമ്മളുടെ ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ഒരു എതിർപ്പും അതുപോലെ തന്നെ ദേഷ്യവും നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട് പലപ്പോഴും മലയാളി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നു. രണ്ടാമത്തെ ഒരു വിഷയം ട്രസ്റ്റിൻ്റെയാണ്. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന മെസ്സേജുകളുടെ ഉള്ളടക്കം വായിക്കുമ്പോൾ നമുക്കത് കുറച്ച് ക്യൂരിയസ് ആയിട്ട് തോന്നുകയും അങ്ങനെ തോന്നിയാൽ അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ചിന്തിക്കാതെ, അതിൻ്റെ ജെനുവിനിറ്റി എന്താണെന്ന് ചിന്തിക്കാതെ ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ട്രസ്റ്റ് പലപ്പോഴും നമ്മൾ മലയാളികൾ കാണിക്കുന്നു. അതായത് അതിന് കാണിക്കുന്ന ആ ഒരു ഉത്സാഹം അത് എവിടെ നിന്ന് വരുന്നു, അത് ജെനുവിനാണോ എന്ന് ചിന്തിക്കാൻ പലപ്പോഴും സമയം ചിലവഴിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ ഒരു വിഷയമായിട്ട് കാണുന്നത്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ഡിജിറ്റൽ ലിറ്ററസിയുടെ കുറവാണ്. അതായത് ഡിജിറ്റൽ സാക്ഷരതയുടെ കുറവ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് പ്രൈവറ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമ്മുടെ സ്വകാര്യതയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. മറ്റു ചില കാര്യങ്ങൾ നമ്മൾ പബ്ലിക് സ്പേസിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും അതിലെ വേർതിരിവ് മനസ്സിലാക്കാൻ ചെറിയ പ്രായം മുതൽ യൂത്ത് ആവട്ടെ, ഈവൻ പ്രായമായവരാവട്ടെ, അതിനെപ്പറ്റിയുള്ള തിരിച്ചറിവ് കുറവും അതിലുള്ള സാക്ഷരത കുറവും പലപ്പോഴും ഈ ഒരു പ്രശ്നത്തിലേക്ക് പലപ്പോഴും വഴിതെളിക്കാറുണ്ട്. ഈ ഡോക്ടർ മേരി റെജിന, പണ്ടൊക്കെ വളരെ സ്വകാര്യമായ ഒരു സംസാരത്തിൽ പോലും കടന്നു വരാത്ത പല പദപ്രയോഗങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായ നിലയിൽ തന്നെ ഉപയോഗിക്കുന്നു. ഇവിടെയൊക്കെ കാണുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ അടുത്തറിയാവുന്ന ആളുകൾ തന്നെ ആകുമ്പോൾ ഇതൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമല്ലേ? തീർച്ചയായിട്ടും. കാരണം മലയാളി കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കൊട്ടിഘോഷിച്ചു എല്ലാ ഇൻഡിസസിലും, ഡെവലപ്മെൻറ്റ് ഇൻഡിസസിലും, നമ്മുടെ പുരോഗമനത്തിൻ്റെ എല്ലാവിധ ഇൻഡിസസിലും ഇന്ത്യയിൽ ഒന്നാമതാണ് എന്ന് അഹങ്കരിക്കുമ്പോഴും നമ്മുടെ വലിയ അഹങ്കാരമാണ്, സർക്കാരിൻ്റെ അഹങ്കാരമാണ്, വ്യക്തികളുടെ അഹങ്കാരമാണ്, നമ്മളെല്ലാവരെയും മുന്നിലാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മര്യാദകളിൽ ഏറ്റവും പിന്നിലാണ് മലയാളി എന്ന് തോന്നുകയാണ്. പലപ്പോഴും ഇങ്ങനെ താങ്കൾ പറഞ്ഞത് വെച്ച് തന്നെ നമുക്കറിയാലോ, എന്തും പറയാം, എന്നോടെല്ലാവരും മര്യാദ കാണിക്കണം, ഞാൻ ആരോടും മര്യാദ കാണിക്കില്ല, അതിൻ്റെ അളവുകോൽ എന്താണ് എന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ഡ്രൈവിങ്ങിൽ തന്നെ പലപ്പോഴും നമുക്ക് റോഡുകളിൽ ഇത് ഫീൽ ചെയ്യാറുണ്ട്. നമ്മളോടെല്ലാവരും നമുക്കെന്തും കാണിക്കാം, പക്ഷെ നമ്മളോടാരും ഒന്നും കാണിക്കരുതെന്ന അവസ്ഥ. അപ്പോൾ ഈ മര്യാദകളുടെ, അത് ഭാഷയിലായിക്കൊള്ളട്ടെ പെരുമാറ്റത്തിലായിക്കൊള്ളട്ടെ, അത് നമുക്ക് മലയാളിക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് ഡോക്ടർ അനുവിനോട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുക, എന്താണ് ഇങ്ങനെ ഒരു കാപട്യം മലയാളിക്കുള്ളത്, രണ്ട് മുഖം ഉള്ളത്. അത് മറ്റുള്ളവരെ എന്തുമാത്രം വിഷമിപ്പിക്കും, വേദനിപ്പിക്കുമെന്ന് ഒരു സെൻസിറ്റിവിറ്റിയും ഇല്ലാതെയാണ് നമ്മൾ പെരുമാറുന്നത്. ആ മനസ്സിനുള്ളിൽ കിടക്കുന്ന വൈകൃതങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഒരു ഇടമായിട്ടാണ് ഈ സൈബർ ലോകത്തെ ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പല വൈകൃതങ്ങളും ഭാഷയിൽ. ഡോക്ടർ മേരി റെജിന, ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇപ്പോൾ പല പെൺകുട്ടികളടക്കം അവരുടെ സെൽഫി അയച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗ്ന സെൽഫി തന്നെ അയച്ചു കൊടുക്കുന്ന, ഇവർക്ക് ഇതിനെക്കുറിച്ച് ബോധമില്ലാഴികയാണോ പലപ്പോഴും ഉണ്ടാകുന്ന? ഒരു വിവരമില്ലായ്മയുണ്ട് നമ്മുടെ കുട്ടികൾക്ക്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനൊരു പ്രൊഫഷണൽ കോളേജിലെ അധ്യാപികയാണ്. ഈ സംഭവങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലുകളിൽ നടന്നായിട്ടുണ്ട്. എൻട്രൻസ് എഴുതി വളരെ ഉന്നതമായ റാങ്കുകൾ വാങ്ങിച്ച് വന്ന് ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന കുട്ടികൾ പോലും ഈ കെണിയിലൊക്കെ വീണ് പോയിട്ടുള്ള അനുഭവം ഉള്ള ഒരു അധ്യാപികയാണ് ഞാൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ മറുവശത്ത് നിൽക്കുന്ന കാമുകനെ അല്ലെങ്കിൽ സുഹൃത്തിനെ അമിതമായി വിശ്വസിച്ചുകൊണ്ട് ഇതൊരു പ്രൈവറ്റ് ഇടമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് എങ്ങനെ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ വിവരമില്ലായ്മ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ.
അപ്പോൾ ആരാണ് ഈ വിവരം വച്ചു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം അഡ്വക്കേറ്റ് സോജൻ പറഞ്ഞ പോലെ ദിവസവും ഈ സാങ്കേതികത്വങ്ങളും സാങ്കേതിക വിദ്യകളും മാറി വരുന്ന ലോകത്ത് ഇതൊക്കെ കുറേയൊക്കെ സ്വയം അനുഭവിച്ചറിയേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട ചുമതല ഈ ഓരോ വ്യക്തിക്കുമുണ്ട്. എവിടെയൊക്കെയോ പെശകുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എന്തൊക്കെയോ ഒരു മാനസികമായ പ്രശ്നം തന്നെ മലയാളിക്കുണ്ട് ഈ ഇടങ്ങൾ. ഡോക്ടർ മേരി റിജിന ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇവർക്ക് എന്തോ വിവരമില്ലായ്മ വരുന്നു എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചും കൃത്യമായ വിവരമാണ്. ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയാണ് കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് വരുമ്പോൾ, അത്തരം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ടാണെങ്കിലും എങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയും? ഒരു കുടുംബത്തിന്റെ ഒരു മൂല്യം, മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട മൂല്യം, അല്ലെങ്കിൽ സമൂഹം ചെയ്തു കൊടുക്കേണ്ട ഒരു മൂല്യത്തിന് വരുന്ന തകരാറല്ലേ? അതെ അതെ അതെ, കൃത്യമായ വാക്ക് അത് തന്നെയാണ്. മൂല്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്, ധാർമ്മിക ബോധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഏത് കാലത്താണ് നമ്മൾ സെൽഫി, നമുക്ക് ക്യാമറ ഉണ്ടായിരുന്നു, പണ്ട് ഈ കയ്യിൽ ക്യാമറ ഇല്ല എന്നുള്ളേ ഉള്ളൂ. നമുക്ക് ഒരു കാലത്ത് നമുക്കൊക്കെയും ചെറിയ ക്യാമറകളൊക്കെ വാങ്ങാവുന്ന ഒരു യുഗമുണ്ടായിരുന്നു, ഒരു 10 വർഷം മുന്നേ. ഒരു നഗ്ന ചിത്രം എൻ്റേതെടുത്ത് ഒരാൾക്ക് കൈമാറുക എന്നുള്ള, ഭർത്താവിന് പോലും കൈമാറാൻ നമ്മൾ പേടിക്കുമെന്നുള്ള ഒരവസ്ഥ, അത് നമ്മുടെ മൂല്യങ്ങളുടെ തകർച്ചയാണ്. ഡോക്ടർ അനു, ഈ ഒരു വിഷയം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രണയമാകട്ടെ, ഒരു പരിചയമാകട്ടെ, എന്തുമാകട്ടെ, അതിനുള്ളിൽ ഞാൻ സൂക്ഷിക്കേണ്ട, ഞാൻ സംരക്ഷിക്കേണ്ട, അതുകൊണ്ടാണല്ലോ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. നമ്മൾ വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രാഥമികമായ കാര്യം, എനിക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, അത് മറയ്ക്കണമെന്നാണ് സമൂഹം പറയുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വസ്ത്രം ധരിക്കുന്നു. എന്നാൽ ആ വസ്ത്രം ധരിക്കാതെ ഇതാണ് ഞാൻ എന്നും പറഞ്ഞ് ഒരാൾക്ക് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അറിവില്ലായ്മയെന്ന് അതിനെ വിശേഷിപ്പിക്കാം. ഞാൻ ഇത് പറയുമ്പോഴും കൂട്ടിച്ചേർക്കട്ടെ, വളരെ സാധാരണ രീതിയിൽ വളരെ സാക്ഷരതയോടുകൂടി ഈ ഡിജിറ്റൽ മീഡിയയെ കൈകാര്യം ചെയ്യുന്ന അനേകം പേരുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ചില ഇൻസിഡൻസ് നിർഭാഗ്യകരമായി നമ്മളുടെ മലയാളികളുടെ ഇടയിൽ സംഭവിക്കുമ്പോൾ അതിന് ഡോക്ടർ മേരി പറയുന്നതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നു, ഇതോടൊപ്പം പലപ്പോഴും ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇടുന്ന സമയത്ത്, ആ ഒരു സമയത്ത് പലപ്പോഴും ഈ വ്യക്തികൾക്ക് ഇമോഷണലായിട്ട്, അതായത് വൈകാരികമായിട്ടുള്ള പല പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ വരുന്ന ഒരു ബുദ്ധിമുട്ട് ഇതിന് പലപ്പോഴും ഒരു കാരണമായി ഭവിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ത് ഇമോഷനിലാണോ, അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ അതായിട്ടുള്ള ഒരു ഇമോഷൻ ആണെങ്കിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് അതിലൊരു പക്വതക്കുറവ് വരുമ്പോഴും പലപ്പോഴും അതിൻ്റെ വരും വരായികളെപ്പറ്റി ചിന്തിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടാനായിട്ട് പലപ്പോഴും ഇത് കാരണമാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്, അതായത് വരും വരായികളെപ്പറ്റി ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുള്ള ആളുകളിലും പലപ്പോഴും ഇതുപോലെയുള്ള പോസ്റ്റുകൾ വരികയും പിന്നീട് അത് സംഭവിച്ചു കഴിയുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും ഇതുപോലുള്ള ആത്മഹത്യകളും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പലപ്പോഴും തിരിയുന്നത്. അതിനുശേഷം പലപ്പോഴും ഡിപ്രഷനോ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുമ്പോഴാണ് ഇതുപോലുള്ള ആത്മഹത്യകളിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ വഴിതിരിഞ്ഞു. അഡ്വക്കേറ്റ് സോജൻ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കൈവിട്ട് ഒരു ഫോട്ടോ അയച്ചു കാര്യങ്ങളിലേക്ക് പോയി, അതൊരു വല്ലാത്ത ഒരു കെണിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു യുവതി എന്ന നിലയിലോ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലയിലോ എനിക്ക് എന്ത് സഹായമായിരിക്കും നിയമപരമായി ഇന്ത്യ മഹാരാജ്യത്ത് ലഭിക്കുക? നമുക്ക് അതിനകത്ത് രണ്ട് രീതിയിൽ IT ആക്ട് അനുസരിച്ചിട്ടും IPC അനുസരിച്ചിട്ടും അത് നമുക്കത് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. IT ആക്ടിൻ്റെ സെക്ഷൻ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് നമുക്കത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമുക്കത് ഉപയോഗിക്കാവുന്ന ഈ മെറ്റീരിയൽസ് മുഴുവൻ സെക്ഷൽ ആയിട്ട് 67A നമുക്കത് പറയുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. അത് 354 IPC അനുസരിച്ചിട്ടുള്ള വരുന്നത് അവിടെ നമുക്ക് അഡ്രസ്സ് ചെയ്യാവുന്നതാണ്. അപ്പം നിയമം നമുക്കത് പൂർണ്ണമായും നമുക്ക് നിയമത്തിൻ്റെ ഒന്നുമില്ല, എല്ലായിടത്തും രക്ഷപ്പെടുമെന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിന് നിയമത്തെ ഉപയോഗിക്കാം. അഡ്വക്കേറ്റ് സോജൻ, ഇത് പെട്ടെന്ന് തടയുവാൻ, അല്ലെങ്കിൽ ഇനി ഇത് വ്യാപിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ഒന്ന് അത്തരം സംവിധാനങ്ങളിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു എന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അല്ല, അത് സ്വാഭാവികമായിട്ടും ഇനി അത് പ്രചരിപ്പിക്കാതിരിക്കണമെങ്കിൽ സാങ്കേതികമായിട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ടെക്നിക്കൽ അവിടെയാണ് നമ്മുടെ നോഡൽ ഓഫീസേഴ്സോ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായി നമുക്കത് ബ്ലോക്ക് ചെയ്യാനായിട്ട് അത്തരം സംവിധാനങ്ങൾ അത് സുസജ്ജമാകേണ്ടതേ ഉണ്ട്. കാരണം ഇനിയും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ പണിഷ്മെൻ്റ് എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രചരിപ്പിക്കാനേ തയ്യാറാകുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അത് പറ്റില്ല. അത് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടീം, നമുക്ക് വാച്ച് ചെയ്യുന്ന ഒരു ടീം സംവിധാനം നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടത്, കുറച്ചുകൂടെ ശക്തമായി ഡെവലപ്പ് ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ശ്രീ സോജൻ, നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും
ഡോക്ടർ മേരി റെജീന, നമ്മൾ സ്ത്രീ ശരീരത്തെ ആഘോഷിക്കുന്ന ഇടമായി മലയാളി സൈബർ ഇടത്തെ മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരിടമായി സ്ത്രീയെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇടമായി സൈബർ ഇടത്തെ മാറിയിരിക്കുന്നു. ആശങ്കപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഓരോ സ്ത്രീയും അല്ലെങ്കിൽ ഓരോ യുവതിയും അല്ലെങ്കിൽ ഓരോ കൊച്ചു പെൺകുട്ടിയും മാറിയിരിക്കുന്നത് എന്നത് നിഷേധിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇല്ല, നമ്മൾ ഈ സൈബർ ഇടത്തിലേക്ക് കടക്കുന്ന, ഇതിലില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഇതിലേക്ക് കടക്കുന്ന ഓരോ പെൺകുട്ടി മുതൽ സ്ത്രീ വരെയുള്ള ആ ഒരു ജെൻഡറിൽ പെട്ടവർ എല്ലാവരും തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ അത് ഇടണം. കാരണം അതിരുകളില്ലാത്ത, പരസ്പരം അറിയാത്ത ഈ വെർച്വൽ ലോകത്തിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്ന ബോധ്യം തീർച്ചയായും എനിക്ക് തോന്നുന്നു സ്കൂൾ വിദ്യാഭ്യാസം മുതൽ തന്നെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട അറിവാണത്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഏത് മേഖലയിലാണെന്നാണ് താങ്കൾ ഈ കരുതുന്നത്? ഈ സൈബർ ഇടത്തിൽ ആയിപ്പോയ അല്ലെങ്കിൽ ഈ സൈബർ ഇടം ഒഴിവാക്കിക്കൊണ്ട് ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിതവുമില്ല, ആ ഒരു സാഹചര്യത്തിൽ തീവ്രവാദം, ലഹരി, അതോടൊപ്പം സെക്സിന്റെ വലിയ ഒരു വൈകൃത അവസ്ഥയിലേക്ക്, ഇതിൽ ഏതാണ് നമ്മുടെ മലയാളി പെൺകുട്ടികൾ ആശങ്കപ്പെടേണ്ട ഏറ്റവും വലിയ കെണി? ഈ എല്ലാ കെണികളും ഒരേപോലെ ഇവിടെ പ്രസക്തവുമാണ്, അവൈലബിളുമാണ്. തീവ്രവാദമാണെങ്കിൽ തീവ്രവാദം പലതരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ ISIS പോയി ചേരേണ്ട കാര്യമൊന്നുമില്ല. ആക്ടിവിസങ്ങൾ പലതരത്തിലുണ്ട്. നമ്മൾ ഈ അടുത്ത് കണ്ട ഇഷ്യൂസിലൊക്കെ നമ്മൾ കണ്ടു. വെറുതെ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ഒരാളുടെ ഐഡിയ പ്രചരിപ്പിക്കുന്നു, അതിൽ മാക്സിമം ലൈക്ക് കിട്ടുന്നു, ഷെയർ കിട്ടുന്നു. ലഹരി എന്നുള്ളത്, ലഹരിയുടെ വിൽപ്പന മുഴുവൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സൈബർ ഇടങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഫിസിക്കലി പോയി ഡെലിവറി ചെയ്യുന്ന, ചിലപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ ഡോർ ടു ഡോർ ഡെലിവറിയോടൊപ്പം പോലെ ഡെലിവറി ചെയ്യുന്ന സാധനം കച്ചവടം മുഴുവൻ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഒരിക്കൽ ഇതിൻ്റെ ലഹരിയുടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദിവസങ്ങൾ മാധ്യമങ്ങൾ കാണുന്നത്? ഇത്ര കിലോ കണക്കിന് ഈ ലഹരി പദാർത്ഥങ്ങൾ എന്തിനാണ്? പെൺകുട്ടികളും ഇതിൽ പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പെൺകുട്ടികൾ ഇത് വിൽക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്കറിയാം. വളരെ മാന്യമായി യൂണിഫോം ഇട്ടുപോയി ആ കുട്ടിയുടെ ബാഗിനുള്ളിൽ ഇതാണ് എന്ന് ഞാൻ സ്വയം അനുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം പക്ഷെ പലപ്പോഴും ക്ലയൻസിനെ കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? സൈബർ ഇടത്തിൽ നിന്നാണ്. സെക്ഷുവലായിട്ട് ഹരാസ് ചെയ്യുന്നത്, ട്രോളുകൾ വഴി മനുഷ്യരെ ഹരാസ് ചെയ്യുന്നത്, എല്ലാത്തിനുമുള്ള സാധ്യതകൾ ഓൺലൈൻ മണി ട്രാൻസ്ഫർ കൂടെ ആയതോടുകൂടി നമുക്ക് ഇതിലൊന്നും ഈ താങ്കൾ പറഞ്ഞ എല്ലാ മേഖലകളിലും ഭീഷണി നിലനിൽക്കുന്നുണ്ട്, അതിനുള്ള സാധ്യതകളുണ്ട്. ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ളതല്ലാതെ. പക്ഷേ ഇപ്പോൾ ഈ ജാഗ്രത ആര് പുലർത്തണം? ഒരു അധ്യാപികയായ താങ്കൾക്ക് ആ വിദ്യാർത്ഥിനിയുടെ കയ്യിൽ ഈ ഇത്തരം ഒരു ലഹരി ഉണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ മറ്റധ്യാപകർക്ക് അത്തരം കാര്യങ്ങൾ കൃത്യമായി ഇടപെടാൻ പറ്റില്ലേ? നമ്മുടെ അധ്യാപക സമൂഹം വിദ്യാർത്ഥികളിൽ നിന്ന് തെറ്റായ പ്രവണതയിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ ആ രീതിയിൽ നിന്ന് മാറ്റുന്നതിൽ നിന്ന് മാറി അക്കാദമിക്കായി എന്തൊക്കെയോ മാത്രം പുസ്തകം മാത്രം പഠിപ്പിച്ച് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് പോയതും ഇത്തരമൊരു മൂല്യം തകർന്നു പോകാൻ ഇടയാക്കി. അല്ല, അതിന് അധ്യാപക സമൂഹത്തിൻ്റെ കുറ്റമുണ്ട്. പേരൻസ് പോലും അങ്ങനെയാണല്ലോ, അധികം ഇടപെടാതെ. ഇപ്പോൾ വീടുകളിലാണ് രക്ഷകർത്താക്കൾ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടതായിരുന്നു ഗുരുക്കന്മാരും. രക്ഷകർത്താക്കളും ഗുരുക്കന്മാരും പല വിധത്തിൽ നിയമങ്ങൾ കൊണ്ടുപോലും ഇപ്പോൾ കൈ കെട്ടപ്പെട്ട്, ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ടീച്ചേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്ത് നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. ചെറിയ ക്ലാസ്സുകളിൽ വീടുകളിൽ ശിക്ഷിക്കാൻ സാധിക്കില്ല. കുട്ടികൾ ഓടുകയാണ്, ചൈൽഡ് ലൈൻ നമ്പർ അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് മാതാപിതാക്കളോ ഗുരുക്കൾ. അപ്പോൾ എന്താണ് ആ തലമുറയെ മാറി, പഴയ അധ്യാപകരെ തലമുറ മാറി. ഞാൻ എൻ്റെ ഒരു ഉദ്യോഗമാണ്, ഒരു വൊക്കേഷനായിട്ട് പോലും ഞാൻ എൻ്റെ പ്രൊഫഷനാണ്, എനിക്ക് വരുമാന മാർഗമാണ്, അത് കളഞ്ഞു കുളിച്ച് വീണ്ടും കോൺട്രവേഴ്സികൾ. ചിലപ്പോൾ ഇവർ വലിയ ഗ്യാങ്ങാണ്, നമ്മളെ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും പോകുന്ന ഗാങ്സ്റ്റേഴ്സാണ്. അങ്ങനത്തെ ഗ്യാങ്ങുകൾ, ഗുണ്ടാസംഘങ്ങളെ വരെ നമുക്ക് ഇതിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിന് പിന്നിലുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുറേ സമ്മർദ്ദങ്ങൾ ഉള്ളതുപോലെ തന്നെ അത് മാതാപിതാക്കൾക്കുമുണ്ട്, അധ്യാപകർക്കുമുണ്ട്. ഡോക്ടർ അനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കും ഇടപെടാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല. കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ പോലും അവരുടെ സൈബർ ഇടത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. അവരുടെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുന്നില്ല. ഭയപ്പെടുന്നോ മാതാപിതാക്കളും? അതുപോലെ സമൂഹത്തിലെ കൃത്യമായി ഇടപെടേണ്ടി വരും. അതിൽ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കുടുംബത്തിലുള്ളവർ എങ്ങനെ പെരുമാറുന്നു
അത് കുട്ടിയുടെ ബിഹേവിയറിനെ പലപ്പോഴും ബാധിക്കാറുണ്ട്. അതായത് ഉദാഹരണത്തിന് എൻ്റെ ഒ പിയിൽ വരുന്ന ഒരു കുട്ടി ഒരുപാട് സമയം മൊബൈൽ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരാതിയോട് കൂടിയാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ വിളിച്ചു നിർത്തി കുട്ടിയോട് മാത്രം സംസാരിക്കുമ്പോൾ പറയുന്നത്, അമ്മ പലപ്പോഴും എന്നെ നോക്കാൻ അമ്മയ്ക്ക് സമയമില്ല, സംസാരിക്കാൻ സമയമില്ല, കൂടുതൽ സമയം ഫേസ്ബുക്കും അതുപോലെ തന്നെ വാട്സപ്പും നോക്കുകയാണ് എന്ന് കുട്ടി പറയുന്നു. അപ്പോൾ ഈ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും നമ്മൾക്ക് ബുദ്ധിമുട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നു. അതായത് കുട്ടി ഇതൊരു നോർമൽ ബിഹേവിയർ ആണ്, ഈ സോഷ്യൽ മീഡിയയിൽ അധിക സമയം ചിലവഴിക്കുന്നത് നോർമൽ ബിഹേവിയർ ആണ് എന്ന് പലപ്പോഴും കരുതുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ വളരെ ന്യൂക്ലിയർ ഫാമിലിയാണ്, ജോയിൻറ്റ് ഫാമിലി വളരെ കുറവാണ്. അപ്പോൾ പലപ്പോഴും കുട്ടിക്ക് ശിക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് പല കാര്യങ്ങളും നമുക്ക് ആക്സസിബിൾ അല്ല. ഒരു പെൻസിൽ കാണും, ഒരു ബുക്ക് കാണും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടിക്ക് എല്ലാം ആക്സസിബിൾ ആണ്. വാശി പിടിക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ടോളറൻസ് വളരെ കുറവാണ്. അപ്പോൾ അധിക നേരം അവർ വാശി പിടിക്കുകയോ കരയുകയോ ചെയ്യാതെ അതിനു മുൻപ് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാതാപിതാക്കളോ അല്ലെങ്കിൽ ഒരു കുടുംബ സംവിധാനമാണ് ഇപ്പോഴത്തെ നിലയിലുള്ളത്. പിന്നീട് കുട്ടി വലുതായി കഴിയുമ്പോൾ അവൻ്റെ പലതരത്തിലുള്ള വാശികൾക്കും പലപ്പോഴും മറുപടി പറയാനോ അല്ലെങ്കിൽ അത് വേണ്ടുമിതം സമാധാനിപ്പിക്കാനോ ആ ഒരു പ്രായത്തിൽ പലപ്പോഴും മാതാപിതാക്കൾക്കോ അതുപോലെ തന്നെ സമൂഹത്തിനോ പലപ്പോഴും കഴിയുന്നില്ല. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അവനൊരു കാര്യം വിചാരിച്ചാൽ ആ സമയത്ത് തന്നെ നടത്തിയെടുക്കണം, അതിന് ഏത് മാർഗവും ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് പലപ്പോഴും ഈ കുട്ടികൾ വളരുകയും ആ സമയത്ത് പലപ്പോഴും നമുക്കത് ഇടപെടാനായിട്ട് ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു. ശ്രീ അഡ്വക്കേറ്റ് സോജൻ ജോബ്, നിയമം ആണ് ഇപ്പോൾ വലിയ വില്ലനായി പലപ്പോഴും അറിയപ്പെടുന്നത്. കാരണം ചൈൽഡ് ലൈനിലേക്ക് പോകുന്നു എന്ന് കുട്ടി പറയുന്നു, മാതാപിതാക്കളെ പേടിപ്പിക്കുന്നു, അധ്യാപകരെ പേടിപ്പിക്കുന്നു. ചൈൽഡ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്ന ഒരു ഓഫീസർ ഇത്ര കേസുകൾ ഇത്ര രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു പെറ്റി കേസ് പിടിക്കാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ പെരുമാറുന്നു എന്ന് പറയുന്നത് ആക്ഷേപമൊന്നുമല്ല, പലപ്പോഴും യാഥാർത്ഥ്യമാകുന്ന ഒരു കാര്യം കൂടിയാണ്. വരുന്ന ഒരു കേസ് അബ്യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ എന്നെ സെക്ഷലായി ഉപയോഗിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പോലും ചെറിയ കുട്ടികൾ പോലും ആർക്കെതിരെയും ഉപയോഗപ്പെടുത്തുന്ന രീതി പോലും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതൊക്കെയാണോ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് എങ്ങനെയെങ്കിലും പോട്ടെ, ഏത് രീതിയിലെങ്കിലും പോട്ടെ, എനിക്ക് പ്രശ്നം ഉണ്ടാകാതിരുന്നാൽ മതി എന്ന് ചിന്തിക്കാൻ ഒരു പ്രായപൂർത്തിയായ ആളെ പ്രേരിപ്പിക്കുന്നത്? ഇവിടെ ഈ നിയമത്തിൻ്റെ ഈ അപര്യാപ്തത എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ നിയമം എന്തുകൊണ്ടാണ് ഇങ്ങനെ നിയമം പെരുമാറുന്നത്, നിയമത്തിൻ്റെ ഈ മാറ്റം, മുമ്പ് നമ്മൾ പരമ്പരാഗതമായി കണ്ടിരുന്ന ശിക്ഷണം, ടീച്ചർ നേരത്തെ പറഞ്ഞു ശിക്ഷണം ചെയ്യുവാനുള്ള കുട്ടികൾക്ക് സാധ്യതയില്ലതാണ്. ഇത് ഈ നമ്മുടെ കൺസെപ്റ്റ് തന്നെ മാറുകയാണ്. കൺസെപ്റ്റ് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ മൂല്യത്തെ നിർവചിച്ചിരുന്നെങ്കിൽ ആ മൂല്യത്തിനുള്ള നിർവചനം മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് കാരണം ആ മൂല്യത്തിൻ്റെ നിർവചനം മാറുമ്പോൾ ആ സമൂഹത്തിലേക്കുള്ള നിയമങ്ങളും സ്വാഭാവികമായിട്ട് മാറും. ഇന്ത്യ ഒപ്പുവെച്ച അന്താരാഷ്ട്ര ഉടമ്പടികളുടെ ഭാഗമായി കുട്ടികളുടെ മേഖലയിൽ ധാരാളം നിയമ പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് ഇതെല്ലാം കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യമായി, കുട്ടികൾക്കെതിരെയുള്ള പീഡനമായി വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആ രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെടും. ഡോക്ടർ അനു, താങ്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു പുതിയ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഒരു സ്നേഹബന്ധം, അത് ആരാണ് എന്താണെന്ന് പോലും അറിയാതെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയുടെ മൂലക്കിരുന്നു കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ബന്ധം, അത് വളർന്ന് മുമ്പോട്ട് പോകുന്നു. അതിനുശേഷം കുറച്ചു കാലം കഴിയുമ്പോൾ അവർ വേർപിരിയുന്നു. ഇവരുടെ എല്ലാം പിന്നീട് ഇവർ ഒരുമിച്ച് കാണുന്ന നാൾ മുതൽ ഉള്ള ഓരോ രംഗവും അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിക്കുക? ഏതെങ്കിലും ഒരു ദിവസം ഇപ്പോഴത്തെ ഒരു വാക്കുപയോഗിച്ച് കഴിഞ്ഞാൽ തേച്ചിട്ട് പോകുക എന്ന പ്രയോഗം, അതിനുശേഷം സംഭവിക്കുന്നത് എന്താ? ഒരു കുപ്പി പെട്രോൾ അല്ലെങ്കിൽ ഒരു പിച്ചാത്തിപ്പിടി, ഇതിൽ ഒരു ജീവിതം അവസാനിക്കുന്ന നിലയിലേക്ക് പോകുന്നു. ഇത് എന്ത് തരം സ്നേഹമാണ്? ഇത് എവിടെ നിന്ന് രൂപപ്പെടുന്ന സ്നേഹമാണ്? ഇത്തരം ബന്ധങ്ങൾ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രണയമായി, സ്നേഹമായി ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്നു? പലപ്പോഴും ഇതുപോലെയുള്ള ഇൻസിഡൻസിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ പല കേസുകളിലും മാനസികമായ വൈകല്യങ്ങൾ ഇതിന് പിന്നിൽ പ്രയാസങ്ങളായിട്ട് വരാറുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ കുറച്ചൊരു അഡിക്ഷൻ പൊട്ടൻഷ്യലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക്, അതായത് നമുക്കൊരു ബ്രെയിനിനൊരു പ്ലഷർ സെൻറ്റർ അല്ലെങ്കിൽ ഒരു റിവാർഡ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ചില ആക്ടിവിറ്റീസ് നമ്മളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷം തരികയും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുവാനായിട്ട് സാധ്യതയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ പലപ്പോഴും അതോടൊപ്പം തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള വ്യക്തികൾക്ക്
ഉള്ള പല സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകളും ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും വഴിതിരിക്കാറുണ്ട്. പലപ്പോഴും ഇതുപോലെയുള്ള ബന്ധങ്ങളിൽ പെടുന്നവർ ആ ഒരു വളരെ ഷോർട്ട് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത് വളരെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് മാറുകയും ആ ഒരു സമയത്ത് പലപ്പോഴും പങ്കാളിയുടെ വാളിൽ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകൾ ഒരു ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്, അതായത് എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് ആൾ മാറുകയാണോ, മറ്റൊരു വ്യക്തിയോട് കൂടുതൽ അടുക്കുകയാണോ എന്നുള്ളൊരു ജലസി പലപ്പോഴും ഇതുപോലുള്ള വ്യക്തികളിൽ ഉടലെടുക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ആ അമിതമായിട്ടുള്ള ഇൻറ്റൻസ് ഇമോഷനിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വരും വരായികകളെ പറ്റി ചിന്തിക്കാതെയും അതുപോലെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ഹോസ്റ്റലിറ്റി പലപ്പോഴും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പലപ്പോഴും വഴി മാറുകയാണ് ചെയ്യുന്നത്. അല്ല, വരുന്ന ഒരു പ്രശ്നം മലയാളിക്ക് ഒന്നിനും സമയമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ പലപ്പോഴും ഈ സൈബർ ഇടങ്ങളിൽ പുതിയ പരിചയങ്ങൾ ഉണ്ടാകുന്നത് വിവാഹിതയാണ്, അമ്മയാണ്, കുട്ടികൾ ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ അപ്പനാണ്, ആ രീതിയിലൊക്കെയുള്ള ആളുകൾ തമ്മിലാണ് പലപ്പോഴും ബന്ധങ്ങൾ രൂപപ്പെടുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇതിനൊക്കെയുള്ള സമയം മലയാളി എങ്ങനെ കണ്ടെത്തുന്നു? അതെ, അതെനിക്ക് തോന്നുന്നു പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ വരുന്ന പലപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ സമയമില്ല. അപ്പോൾ ഈ സമയമെല്ലാം എവിടെ പോകുന്നു? അതായത് പലപ്പോഴും നമ്മൾ ഒരുപാട് സമയം അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി ടൈം കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേഷൻഷിപ്സിൽ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം പോലും ഇതുപോലെ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കപ്പെട്ടു പോകുമ്പോൾ പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥ ഇതുപോലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാവുന്നു. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ആ ഒരു അരക്ഷിതാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങളിലും ചെന്നുപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ പലപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞ പോലെ പലതരത്തിലുള്ള പേഴ്സണാലിറ്റി വൾണറബിലിറ്റീസും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വഴിതെളിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഒരു ചെറിയ ഇടവേള കൂടി അനിവാര്യമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ഈ കൊല്ലുന്ന സ്നേഹത്തിൻ്റെ ഒരു അരങ്ങായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ മാറി എന്ന് വിശ്വസിക്കുന്നുണ്ടോ ശ്രീമതി മേരി റെജിന? നമ്മൾ ചുറ്റും ഓരോ ദിവസവും പത്രത്തിൽ ആഴ്ചയിൽ ഒന്ന് വീതം അങ്ങനെ ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇതെല്ലാം ഡോക്ടർ അനു പറഞ്ഞ പോലെ എവിടേക്കോ പിശകുള്ള മനസ്സുകളുടെ ഒരു സംരംഭമാണ്. പണ്ടൊക്കെ നമുക്ക് വീടുകളിൽ അസ്വസ്ഥതകളുണ്ട്. എല്ലാ കുടുംബങ്ങളിലും എല്ലാവരും തികഞ്ഞവരല്ല. അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മുടെ പങ്കാളി നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരുന്നില്ല എന്നുള്ള ഒരുപാട് ചെറുതും വലുതുമായ നിരാശകളോടുകൂടി ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപൃതരാകുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മാത്രം സംസാരിക്കുന്ന നമ്മളോട് വളരെ സ്നേഹമായി പെരുമാറുന്ന സുഹൃത്തുക്കളെ നമുക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോഴാണ് ചില ലൈനുകൾ തെറ്റിപ്പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ പോകേണ്ട പണ്ട് ഏക ഭർതൃവ്രതമൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ വളരെ നിസ്സാരമാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല തൊഴിലിടങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ഒരു ദാമ്പത്യേതര ബന്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ വളരെ നിസ്സാരമായി പോകാനുള്ള ഒരു മനസ്സും മലയാളിക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോഴാണ് പലതും ഒളിച്ചു വയ്ക്കുന്നത്. ഇവിടെ കുറേ ഒളിച്ചു വയ്ക്കുന്നു, അവിടെ നമ്മൾ കുറേ ഒളിച്ചു വയ്ക്കുന്നു. ഇതൊക്കെ വളരെ സങ്കീർണമായ സിറ്റുവേഷൻസിലേക്ക് വരുന്നു. അത്തരത്തിലുള്ള കുട്ടികളുടെ മക്കളപ്പം എങ്ങനെയായിരിക്കും വളർന്നു വരുന്നത്, അപ്പം അടുത്ത ഒരു ജനറേഷൻ എങ്ങനെയായിരിക്കും വളർന്നു വരുന്നത്, ഒരുപാട് ടെൻഷൻ വരുന്നു. എന്നാൽ ഈ ഒളിച്ചു വയ്ക്കുന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെയാണ് ഈ സുഹൃത്തുക്കൾ, രണ്ട് സുഹൃത്തുക്കൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കളിന് ഒരിക്കലും അവരുടെ ഐഡൻറ്റിറ്റി കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ചെയ്യപ്പെടുന്നില്ല. അവർ വെർച്വൽ ലോകത്തിലാണ്. എനിക്ക് പറയേണ്ടത് മാത്രം പറയുകയും പ്രകടിപ്പിക്കേണ്ടത് മാത്രം പ്രകടിപ്പിക്കുകയും എൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചുകൊണ്ട് സംഭാഷണങ്ങളും ഇൻ്ററാക്ഷൻസും നടക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നു. അവസാനം ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്തൊട്ട് മറ്റേ സുഹൃത്ത് ഉയരാത്തപ്പോൾ, ഇല്ലെങ്കിൽ പണ്ട് ഇങ്ങനെ പറയും നമ്മൾ വിളിക്കുമ്പോൾ ഇറങ്ങി വരണം എന്ന്, അങ്ങനെ വിളിക്കുമ്പോൾ ഇറങ്ങി വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രതീക്ഷയോട്, ഒരാൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയും പ്രതീക്ഷയോടും കൂടിയിട്ടായിരിക്കും, മറ്റേ ആൾ അഭിനയിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അൾട്ടിമേറ്റ്ലി കൊലപാതകം മാത്രമല്ല, അതിൻ്റെ താഴെക്കിടയിലുള്ള ഒരുപാട് ക്രൈംസ് നമ്മൾ അറിയാതെ പോകും. അൾട്ടിമേറ്റ് ക്രൈം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ അഡ്വക്കേറ്റ് സോജൻ ജോബ്, ഇങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് വീണു, അത് കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ആത്മാർത്ഥമായി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഏത് രീതിയിലുള്ള ഒരു നിയമ പരിരക്ഷ ഉണ്ടാവും? എവിടേക്കാണ് ആദ്യം സമീപിക്കേണ്ടത്?
ഞാൻ ആദ്യം മുമ്പ് പറഞ്ഞു വിട്ടുപോയൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ഈ ഓരോരുത്തരും ഈ സോഷ്യൽ മീഡിയനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ ഇതൊരു വലിയ മാർക്കറ്റിൽ അവരവർക്ക് ആവശ്യമുള്ളത് എന്തും തിരയാം. ഒരേ സമയം മദ്യപന്മാരുടെ കൂട്ടായ്മയും അവിടെ ഉണ്ടാവും, മദ്യപിക്കാത്തവരുടെ കൂട്ടായ്മയും അവിടെ ഉണ്ടാവും, നിരീശ്വരവാദികളുടെ കൂട്ടായ്മയും അവിടെ ഉണ്ടാവും, ഈശ്വരവിശ്വാസികളുടെ കൂട്ടായ്മയും അവിടെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഇടങ്ങളിലേക്ക് വളരെ സ്വതന്ത്രമായി അവരവർക്ക് പറ്റിയത് അന്വേഷിച്ച് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം അതിനകത്ത് രൂപപ്പെട്ടു വരും. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഓരോരുത്തരും എങ്ങനെ ഇടപെടുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മളറിയാതെയുള്ള ചതിക്കുഴികൾ എങ്ങനെയൊക്കെ അതിനകത്ത് സ്വാഭാവികമായിട്ടും രൂപപ്പെട്ട് ശക്തിപ്പെട്ട് നമ്മളതിൻ്റെ അറിയാതെ അതിൻ്റെ ഭാഗമായി നമ്മളെ മറ്റൊരു കോണിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്. നമ്മളറിയാതെ ഏതെങ്കിലുമൊക്കെ ചതിക്കുഴി, അത് പ്രണയമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഫൻസിലേക്ക് നാം പോകുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംരക്ഷിക്കാൻ ചുറ്റുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നിയമത്തെ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് നിയമം ശക്തമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. പക്ഷേ നിയമത്തെ ശക്തമാക്കുന്ന ഉപകരണങ്ങളായി ഉപയോഗിക്കാൻ പറ്റണം. ഡോക്ടർ അനു മേരി, ഇനി എന്താണ് ഇപ്പോൾ മലയാളിയുടെ ഒരു സൈബർ ലോകത്ത് അവിടെ എന്തൊക്കെയോ വൃത്തികേടുകൾ മാത്രമാണ് നടക്കുന്നത് എന്നുള്ള ധാരണ പലപ്പോഴും പൊതുസമൂഹത്തിൽ വരുന്നുണ്ട്. ഇനി വൃത്തികേടുകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്കാണെങ്കിലും നമ്മുടെ വരും തലമുറ അവിടെ തന്നെയാണ് പിച്ചവെക്കുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ആരാണ് കൃത്യമായി ഒരു മാർഗനിർദ്ദേശം വരും തലമുറയ്ക്കെങ്കിലും നൽകേണ്ടത്? അതെനിക്ക് തോന്നുന്നു ഒരുമിച്ച് നമ്മളെല്ലാവരും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, ഡിജിറ്റൽ സാക്ഷരത, ഇതിനെപ്പറ്റിയുള്ള അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യപടി. അത് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കാം, നമ്മളുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ആരംഭിക്കാം, പൊതുസമൂഹത്തിൽ നിന്നും ഇത് ആരംഭിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, വളരെ ചെറിയ നേർത്ത ഒരു അതിർവരമ്പാണ്. ഇതിലെന്താണ് നോർമൽ, ഇതിലെന്താണ് അബ്നോർമൽ എന്നുള്ളത് വളരെ നേർത്ത ഒരു അതിർവരമ്പാണ്. അതിലെ അബ്നോർമാലിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് എത്രയും പെട്ടെന്ന് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഉദാഹരണം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സൈബർ സെക്സ് അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സൈബർ ഓൺലൈൻ ഷോപ്പിംഗ് അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ സർഫിംഗ്, അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളെപ്പറ്റി അമിതമായി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ രോഗമുണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ പലതരത്തിലുള്ള മാനസികമായ വൈകല്യങ്ങളും അല്ലെങ്കിൽ അഡിക്ഷൻ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതുപോലുള്ളതിലേക്ക് വഴിതിരിച്ച് അതുപോലുള്ള കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അത് തിരിച്ചറിയുകയും, ഒന്നുകിൽ സ്വയം തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് അത് വൈദ്യശാസ്ത്ര സഹായമാണെങ്കിൽ ആ ഒരു രീതിയിൽ സഹായം എടുക്കുവാനായിട്ട് മടിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ സ്വയം ചില നിയന്ത്രണങ്ങൾ പലപ്പോഴും ഇതിന് സഹായകമാകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഫോണിൽ നമ്മൾ അലാറം വെക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യം ഫോണിൽ അലാം നോക്കുന്നതോടൊപ്പം ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഒക്കെ അതോടുകൂടിയാണ് മലയാളിയുടെ രാവിലെ ഉള്ള ഒരു ദിനകൃത്യ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കഴിയുമെങ്കിൽ രാത്രിയിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, മാറ്റി വയ്ക്കുക, അലാറം നമ്മളുടെ സാധാരണ പണ്ട് ഉപയോഗിച്ചിരുന്ന അലാറം വയ്ക്കുക. അതുപോലെ നിശ്ചിതമായ സമയങ്ങളിൽ ഇതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ, കുടുംബമായിട്ട് ഒന്നിച്ച് സമയം ചെലവഴിക്കുമ്പോൾ, ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള സമയം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളിലൊക്കെ ഇത് കുറച്ച് ഒഴിവാക്കി വയ്ക്കുക. അതുപോലെ ജോലിയുള്ള സമയത്താണെങ്കിൽ പോലും നിശ്ചിതമായ ബ്രേക്കുകളിൽ മാത്രം നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലേക്ക് കടക്കുകയും, അതുപോലെ അതിന് കൃത്യമായ സമയപരിധി നമ്മൾ തന്നെ സ്വയം നിശ്ചയിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അതൊരു അഡിക്റ്റഡായി പോവാതെ ഇതുപോലുള്ള ഒരുപാട് ക്രൈമുകളിലേക്ക് ഇത് നീളാതെ പലപ്പോഴും സഹായിക്കും. അത് ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മളിത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു യൂത്ത് വീട്ടിൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഏർപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു നിയന്ത്രണം എന്ന് പറയുന്നത്, പൊതുവായിട്ടുള്ള ഒരു ഇടത്ത് ഈ ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആക്കി വെക്കുക. അതായത് ഉദാഹരണത്തിന് ഊണുമുറിയിലോ അല്ലെങ്കിൽ എല്ലാവരും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആക്കുക. തീർച്ചയായിട്ടും മലയാളിയുടെ സൈബർ ലോകത്തെ ഇടപെടൽ അത് ശരിയുടെ രീതിയിലായാലും തെറ്റിൻ്റെ രീതിയിലായാലും അതിനൊരു അതിർവരമ്പ് വേണം എന്നത് ഏവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഷെക്കേനയും ചർച്ച ചെയ്തത് ഈ വിഷയം തന്നെയാണ്. ഏതായാലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക പകർന്നുകൊണ്ടുള്ള ഒരു സമീപനം മാത്രമേ ഇക്കാര്യത്തിൽ ശരിയുടെ പാതയിലേക്ക് അടുത്ത തലമുറയെ കൊണ്ടുപോകാൻ കഴിയൂ എന്ന ഒരു ആശയമാണ് ഈ ചർച്ചയിൽ ഇന്ന് രൂപപ്പെട്ടു വന്നിരിക്കുകയും ചെയ്യുന്നത്. ഷെക്കേന ഇൻസൈറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.